നമസ്കാരം. 9 മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കോൺഗ്രസുമായി കലഹിച്ച് കലഹപ്രിയനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ് പാർട്ടിയിൽ തരൂർ. തരൂരിനെതിരെ പരസ്യ ശബ്ദവുമായി മുതിർന്ന നേതാക്കൾ തന്നെ വന്നു ഭവിക്കുന്ന കാഴ്ച സമീപകാല കോൺഗ്രസിൽ സാധാരണമാണ്. എന്ന് മറുകണ്ഠം ചാടും എന്നത് മാത്രമാണ് നേതാക്കൾ കാത്തിരിക്കുന്നത്. എന്നാൽ തരൂർ പോയാൽ അത് പാർട്ടിയുടെ കടക്കലുണ്ടാക്കുന്ന വിള്ളൽ ഭയപ്പെടുത്തുന്നവരും നേതൃത്വത്തിലുണ്ട്. തരൂരില്ലാത്ത തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് അവർക്ക് പേടി സ്വപ്നവുമാണ്. നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക അല്ലാതെ തൽക്കാലം തരമില്ല. ഈ സമയത്താണ് കോൺഗ്രസിനോട് അത്ര പഥ്യമില്ലാത്ത പലർക്കും തരൂർ പ്രിയപ്പെട്ടവനും VIP-യുമാകുന്നത്. അതും വോട്ട് ബാങ്കായി കരുതിയിരുന്ന പലർക്കും. പാർട്ടിയോട് ഇടയുമ്പോഴും കേരള രാഷ്ട്രീയത്തിൽ തൻ്റെതായ ഒരു സ്പേസ് ഉണ്ടാക്കി കരുത്താർജിക്കുകയാണോ തരൂർ? സംശയിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. നോക്കാം. ആദ്യം വാർത്തകൾ വേഗത്തിൽ. ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റി അതീവ സുരക്ഷയിൽ വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. അകമ്പടിയായി ക്വിക്ക് റെസ്പോൺസ് ടീമും. വാഹനം പോകുന്ന വഴിയിലും അതീവ സുരക്ഷ ഒരുക്കി പോലീസ്. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വൻ സുരക്ഷാ വീഴ്ച. അതീവ സുരക്ഷാ ബ്ലോക്കുകളിൽ വാർഡന്മാരെ ഡ്യൂട്ടിക്കിടുന്നതിൽ ഗുരുതര പാളിച്ച. 10ാം ബ്ലോക്കിൽ ഡ്യൂട്ടിയിൽ ഉണ്ടാകേണ്ട വിമുക്ത ഭടന്മാരെ നിയോഗിക്കുന്നത് മറ്റിടങ്ങളിൽ. അധികൃതരുടെ ജാഗ്രതക്കുറവ് മൂലമുണ്ടാകുന്നത് വലിയ ആശങ്ക. കോൺഗ്രസിനോട് കലഹിക്കുന്ന തരൂർ ക്രിസ്ത്യൻ സഭകളുടെ പ്രിയപ്പെട്ടവനാകുന്നു. തുടർച്ചയായി സഭാവേദികളിലെത്തി തരൂർ പാലാ രൂപതയുടെയും CSI മധ്യ കേരള മഹാ ഇടവകയുടെയും വേദികളിൽ മുഖ്യ പ്രഭാഷകൻ. സണ്ണി ജോസഫും ശശി തരൂരും പാലാ രൂപതയുടെ വേദിയിൽ ഇന്ന് ഒരുമിച്ച്. സഭ കോൺഗ്രസ് നൽകുന്ന സന്ദേശമെന്ത്? കാർഗിലിലെ യുദ്ധവിജയത്തിന് ഇന്ന് 26 വയസ്സ്. ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ വിജയ് ദിവസ് പ്രത്യേക ചടങ്ങുകൾ. രാജ്യമെങ്ങും കാർഗിൽ വിജയത്തിന്റെ ഓർമ്മ പുതുക്കാൻ പ്രത്യേക പരിപാടികൾ. RSS സംഘടിപ്പിക്കുന്ന ജ്ഞാനസഭയിൽ VC-മാർ പങ്കെടുക്കുന്നതിനെ ചൊല്ലി CPM-ൽ ഭിന്നത. മന്ത്രി R. ബിന്ദുവിനെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി. സഭയിൽ VC-മാർ പങ്കെടുക്കുന്നത് അപമാനകരമെന്ന് MV ഗോവിന്ദൻ. ക്ഷണം കേരള, കാലിക്കറ്റ്, കണ്ണൂർ, കുഫോസ്, കേരള കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർമാർക്ക്. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്കു സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കോട്ടയം, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കാഞ്ഞങ്ങാട് സൗത്തിൽ അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറി ഉയർത്തി. വാതകം മറ്റ് ടാങ്കറുകളിലേക്ക് മാറ്റുന്നു. ലോറി സുരക്ഷിതമായി ഉയർത്തിയത് മംഗളൂരുവിൽ നിന്ന് വിദഗ്ധ സംഘം എത്തിയ ശേഷം. വാതകം പൂർണ്ണമായും മാറ്റും വരെ ഗതാഗത നിയന്ത്രണം തുടരും. തീവണ്ടിയിൽ വിദ്യാർത്ഥിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ചയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആക്രമണം നടത്തിയത് സർക്കാർ ജീവനക്കാരനെന്ന് പോലീസ് പറയുന്നു. പ്രതി ഇപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ. പാലക്കാട് കല്ലടിക്കോട് വാഹനാപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. തമിഴ്നാട്ടിലേക്ക് മണ്ണുമായി പോയ ലോറിയും എതിരെ പാലക്കാട് ഭാഗത്തു നിന്നും മീൻ കയറ്റി വന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചു. പിക്കപ്പ് വാൻ ഡ്രൈവർ കോഴിക്കോട് കല്ലായി സ്വദേശി സിദ്ദിഖിന് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട ലോറി അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയുടെ മതിൽ ഇടിച്ചു തകർത്തു. ചുങ്കം ജംഗ്ഷനിൽ പുലർച്ചെ 3:30-യോടെയാണ് അപകടമുണ്ടായത്. മാലിദ്വീപിന്റെ 60ാം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥി. മോദിക്ക് വൻ വരവേൽപ്പ്. 8 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച് മോദിയും മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവും. തായ്ലൻഡ്, കംബോഡിയ സമാധാന ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നു. നിരവധിക വെടിനിർത്തലാകാമെന്ന് കംബോഡിയ. അനുകൂലമായി പ്രതികരിച്ച് തായ്ലൻഡും. ഇതുവരെ സംഘർഷത്തിൽ 16 മരണം. അതിർത്തി ഗ്രാമങ്ങളിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ. ജനങ്ങളെ ഒഴിപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം. കോൺഗ്രസ് അകലം പാലിക്കുന്നതിനിടെ ശശി തരൂരിന് വേദിയൊരുക്കി ക്രൈസ്തവ സഭകൾ.
കത്തോലിക്ക സഭയിലെ പാലാരൂപതയും CSI മധ്യകേരള മഹാ ഇടവകയുമാണ് തരൂരിന് വേദി നൽകിയത്. ഇന്ന് പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ തരൂർ പങ്കെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ പ്രത്യേകത. CSI മധ്യകേരള സഭയുടെ മഹാ ഇടവക ദിനാഘോഷം തരൂരാണ് ഉദ്ഘാടനം ചെയ്തത്. 2 സഭാ സ്ഥാപനങ്ങളിലെ പരിപാടികളിലും ഇന്നലെ തരൂർ പങ്കെടുത്തു. ഏറെക്കാലത്തിനു ശേഷം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ശശി തരൂരും പാലാരൂപതയുടെ വേദിയിൽ ഇന്ന് ഒരുമിച്ചെത്തും. ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശ്രീജിത്ത്, തരൂർ ഇന്ന് കോൺഗ്രസിന് എത്രത്തോളം അഭിമതനാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. തുടർച്ചയായി മോദി സ്തുതികളിലൂടെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന പലവിധ നിലപാടുകൾ പ്രശംസിച്ച് അങ്ങനെ കോൺഗ്രസിൽ നിന്ന് അകന്നകന്നു പോകുന്ന ഒരു നേതാവായി തരൂർ മാറുന്ന പശ്ചാത്തലമാണ്. അവിടെയാണ് കേരളത്തിൽ തൻ്റെതായ ഒരു സ്പേസ് തരൂർ സൃഷ്ടിക്കുന്നത്. ആ സ്പേസ് പണ്ടേ തരൂരിനുണ്ട്, നമുക്കറിയാം. കോൺഗ്രസ് വിട്ട് തരൂർ പോവുക എന്നുള്ളത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്ര ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളത് അത് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണോ തരൂർ, അതോ തരൂരിന്റെ ഇപ്പോഴത്തെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണോ ക്രിസ്ത്യൻ സഭകൾ? രഞ്ജിത്ത്, അത് കാത്തിരുന്ന് തന്നെ കാണണം എന്താണ് തരൂരിന്റെ നീക്കം, അല്ലെങ്കിൽ സഭകൾ ഇതിനെ എങ്ങനെയാണ് പിന്തുണയ്ക്കുന്നത് എന്നുള്ളത്. ഒരു കാര്യം വ്യക്തമാണ്, നേരത്തെയും ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ വിവിധ രൂപതകൾ ഒരു സമയത്ത് ഏതാണ്ട് 1 വർഷം മുൻപ് തരൂരിനെ ഒരു പരിധിവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സമയത്ത് വലിയ രീതിയിൽ ഈ സഭാസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചൊരു നീക്കം തരൂർ നടത്തിയതാണ്. അന്നാണ് മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വൈരങ്ങളെല്ലാം മറന്ന് ശശി തരൂരിനെ NSSലേക്ക് വിളിക്കുകയും ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനം സന്ദർശിക്കുക, കാഞ്ഞിരപ്പള്ളി ആസ്ഥാനം സന്ദർശിക്കുക, ഓർത്തഡോക്സ് സഭ ആസ്ഥാനം സന്ദർശിക്കുക, അങ്ങനെ ഒരു നീക്കം അന്ന് തരൂർ നടത്തിയിരുന്നു. അന്ന് തരൂരിനെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഫലത്തിൽ നടക്കുന്നത് എന്ന ചർച്ചകളായിരുന്നു നടന്നത്. ഇന്നിപ്പോൾ തരൂർ ഒരു പ്രതിസന്ധിയിലാണ്. ഫലത്തിൽ കോൺഗ്രസിൻ്റെതായ ഒരു വേദി തരൂരിന് കേരളത്തിൽ കിട്ടാനില്ല. പല നേതാക്കളും കെ മുരളീധരനെ പോലെയുള്ളവർ തരൂരിനെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വരുന്നു. തിരുവനന്തപുരം, എറണാകുളം DCCകൾ ഫലത്തിൽ തരൂരിനെ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. ആ നിലയിലൊക്കെ മുന്നോട്ട് പോകുന്നു. തരൂർ ഫലത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴാണ് തരൂരിന് വേദികൾ ഇത്രയധികം ഉണ്ടാകുന്നത്. അതും കോട്ടയത്താണ്. നേരത്തെയും കോട്ടയമായിരുന്നു ഇത്തരം നീക്കങ്ങളുടെ ഒരു ശക്തി കേന്ദ്രമായി മാറിയത്. ഇന്നലെ CSI സഭയുടെ മധ്യകേരള മഹാ ഇടവകയുടെ ഇടവക സമ്മേളനം, ഒപ്പം തന്നെ CMS കോളേജിലെ പരിപാടി, ഗിരിദീപം പരിപാടികൾ, ഗിരിദീപം കൂട്ടായ്മയുണ്ട്, അച്ഛന്മാരുടെ കൂട്ടായ്മ, അതിന്റെ ഭാഗമായിട്ടുള്ള സ്കൂളിലെ പരിപാടികൾ. അതിന് പുറമെയാണ് ഇന്ന് പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ വളരെ പ്രധാനപ്പെട്ട റോളിൽ ശശി തരൂർ എത്തുന്നത് എന്നുള്ളതാണ്. അതിൽ കൗതുകകരമായിട്ടുള്ളത്, ഇന്ന് ഏറെക്കാലത്തിന് ശേഷം സണ്ണി ജോസഫും ശശി തരൂരും വേദി പങ്കിടുന്നു എന്നുള്ളതാണ്. അവിടെയും ശശി തരൂർ VIP ആകുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരുപക്ഷെ പ്രോട്ടോകോളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആയിരിക്കും കുറച്ചുകൂടി ഒരു പരിധിവരെ സ്ഥാനം ലഭിക്കേണ്ടത്. പക്ഷേ ജോർജ് കുര്യൻ 6 മിനിറ്റാണ് സംസാരിക്കുക, ശശി തരൂരിന് 10 മിനിറ്റാണ്. ജോസ് കെ മാണി 3 മിനിറ്റ്, PC ജോർജ് 3 മിനിറ്റ്, മാണി സി കാപ്പൻ 3 മിനിറ്റ്, അങ്ങനെയൊക്കെയാണ്. സണ്ണി ജോസഫ് 3 മിനിറ്റ്. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ അവിടെ 10 മിനിറ്റ് ശശി തരൂരിന് അനുവദിച്ചുകൊണ്ട് തരൂർ ഒരു VIP ആയി മാറുന്നു സഭയുടെ പരിപാടികൾ. തീർച്ചയായും ഇതിൽ ഇത്തരം വേദികൾ തരൂരിനെ വളരെ കാര്യമായി, സഭ എത്രത്തോളം കാര്യമായാണ് തരൂരിനെ കാണുന്നത് എന്ന സന്ദേശമാണ് ഫലത്തിൽ നൽകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ പല ക്രൈസ്തവ സംഘടനാ നേതാക്കളുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചത് തരൂരിനൊരു പ്രാധാന്യമുണ്ട്, തരൂരിനെ അങ്ങനെ അവഗണിക്കപ്പെടേണ്ട ആളല്ല എന്നൊരു ചിന്ത അവർക്കിടയിലുണ്ട്. ഒരുപക്ഷെ സഭ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു സന്ദേശം ഫലത്തിൽ കോൺഗ്രസിന് കൂടി നൽകുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രീത്ത് പറഞ്ഞ ഒരു പ്രധാന പോയിന്റിലേക്ക് തന്നെ നമുക്ക് വരണം. കാരണം കേരളത്തിൽ ഇപ്പോൾ തരൂരിന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട്, സ്വന്തം പാർട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ വേദികളില്ല. കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയിൽ തരൂരിനെ കണ്ടിട്ട് നമ്മളിപ്പോൾ എത്രയോ കാലങ്ങളായി. മുരളീധരനും ഉണ്ണിത്താനുമൊക്കെ തരൂരിനെ പാർട്ടി വേദികളിൽ ഇരുത്തരുതെന്നും പാർട്ടിയുടെ പല പരിപാടികളിലും ക്ഷണിക്കരുതും എന്നും തുടർച്ചയായി ആവശ്യപ്പെടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സമീപകാലത്തായി തരൂർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടും നമുക്കറിയാം. സമീപകാലത്ത് ക്രിസ്ത്യൻ സഭകൾ കോൺഗ്രസിൽ നിന്ന് എത്രത്തോളം അകന്നു എന്ന് നമുക്കറിയാം. മുന്നണികൾ, കേരളത്തിലെ പ്രബലരായ 2 മുന്നണികൾക്കെതിരെയും പല അഭിപ്രായങ്ങളും പങ്കുവച്ച് വൈദിക ശ്രേഷ്ഠന്മാരടക്കം പറയുന്ന പശ്ചാത്തലമുണ്ട്. അവർ തങ്ങളുടെ വേദനകൾ കേൾക്കാൻ ആരുമില്ല എന്ന് പറയുന്ന പശ്ചാത്തലമുണ്ട്. അവിടെയാണ് തരൂർ എന്ന കോൺഗ്രസിനോട് കലഹിച്ച്
BJPയോട് ഒരുപക്ഷെ മോദിയോടൊക്കെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരാൾക്ക് ഇത്രയധികം വേദികൾ നൽകുന്നത് അത് കോൺഗ്രസ് പാർട്ടിയെ ചൊടിപ്പിക്കുമെന്ന കാര്യം കൃത്യമായി സഭകൾക്കറിയാം താനും. പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് തരൂരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സന്ദേശം കോൺഗ്രസിനെ പോലെ ഒരു രാഷ്ട്രീയ കക്ഷിക്ക് നൽകുക എന്ന സൂചന കൂടി ഇതിലൂടെ സഭകൾ കാണുന്നുണ്ടാകുമല്ലോ സ്വാഭാവികമായും. തീർച്ചയായും അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും, മനസ്സിലാക്കേണ്ടി വരും രഞ്ജിത്ത്. അതിൽ യാതൊരു സംശയമില്ല. നോക്കൂ, ഇതിലും ഉന്നതരായ പല നേതാക്കളെയും ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ പാലാ രൂപത പോലെ ഒരു രൂപത വിചാരിച്ചാൽ എത്തിക്കാവുന്നതേ ഉള്ളൂ, അത്തരം പരിപാടികളിൽ പങ്കെടുപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ സമയത്ത് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തരൂര് അവഗണിക്കപ്പെടുന്നു കേരളത്തിലെ കോൺഗ്രസിൽ എന്ന നിലയുണ്ടാകുന്ന ഒരു സമയത്ത് അവഗണിക്കപ്പെടേണ്ട ആളല്ല തരൂർ എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് ഫലത്തിൽ ഈ ഒരു പരിപാടിയുടെ ആകെയുള്ള പരിപാടി. അതായത് ഇതിൽ കൂടുതൽ ഇനി കൂടുതൽ സമയം സംസാരിക്കുന്നത് ഒന്ന് തട്ടിൽ പിതാവാണ്. അതായത് പിന്നെ സഭ സീറോ മലബാർ സഭയുടെ അധ്യക്ഷനാണ് സംസാരിക്കുന്നത് 15 മിനിറ്റ്, മറ്റൊരാൾ 10 മിനിറ്റ് സംസാരിക്കും. ബാക്കി എല്ലാവർക്കും മറ്റ് സഭ ഇപ്പോൾ യാക്കോബായ സഭ അധ്യക്ഷന് പോലും 6 മിനിറ്റ് ആണ് ഉള്ളത്. അങ്ങനെയൊക്കെയാണ് ഈ പരിപാടി വളരെ ആസൂത്രിതമായി ഫലത്തിൽ കൃത്യ സമയനിഷ്ഠയോടുകൂടി പോകാനുള്ള ഒരു നിലയിലാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അവിടെയാണ് തരൂർ എത്തുന്നത് എന്നുള്ളതാണ്, തരൂരിന് വേദി കൊടുക്കുന്നത് സഭ എന്നുള്ളതാണ്. തരൂരിന് വേദി കിട്ടാതെ കേരളത്തിൽ നടക്കുമ്പോൾ ഇന്നലെ CMS കോളേജിൽ നടന്ന പരിപാടിയിൽ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഫലത്തിൽ തരൂരിനോട്. ആ ഒരു ആംഗിളായിരുന്നു ഫലത്തിൽ ഇന്നലത്തെ ഒരു ടോക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ വളരെ കൃത്യമായി വളരെ നിഷ്കളങ്കമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം സഭാ പരിപാടികളിലെ നേരത്തെയും പങ്കെടുത്തിട്ടില്ലേ എന്ന് തോന്നും. പക്ഷേ ഇപ്പോഴത്തെ ശശി തരൂരിന്റെ നിലപാടുകൾ കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നത് മോദി സ്തുതി അടക്കമുള്ള സമയത്ത് തരൂരിനെ ഒപ്പം ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമായി നമുക്ക് എന്തായാലും നിലവിൽ കാണാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് തരൂരിന്റെ BJP പ്രവേശനത്തിലേക്കുള്ള സാധ്യതകളുടെ ഭാഗമായാണോ എടുത്തത് എന്നൊക്കെയുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും രഞ്ജിത്ത്. ഒപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ പാലാ രൂപതയുടെ പരിപാടിയാണ്. പാലാ രൂപതയുടെ പരിപാടിയിൽ ഇന്ന് ഒരുമിച്ചെത്തുന്നത് സണ്ണി ജോസഫും ശശി തരൂരുമാണ്. സഭകളുടെ പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ് സണ്ണി ജോസഫ്. സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനാക്കുന്നതിലൂടെ സമീപകാലത്ത് തങ്ങളിൽ നിന്ന് അകന്ന ക്രിസ്ത്യൻ സമുദായത്തെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ കുറച്ചുകൂടി നടിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ദീർഘകാലമായി നമുക്കറിയാം. കോൺഗ്രസിനൊപ്പം UDF-നൊപ്പമൊക്കെ ആയിരുന്നു സഭകൾ. പലവിധ സംഭവവികാസങ്ങളും സഭകളെ അകറ്റിയ പശ്ചാത്തലമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഏതാണ്ട് ഒന്ന് ഫലം ചെയ്ത പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. അതിനുശേഷം സണ്ണി ജോസഫും തരൂരും ഒരുമിച്ച് വേദി പങ്കെടുത്തു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അവർക്കും സംസാരിക്കാനുണ്ടാകും. ഒരുപക്ഷെ അവരുടെ ഓരോ ആംഗ്യങ്ങളും അവരുടെ സൗഹൃദങ്ങളും ഒക്കെ ഇത് ചാനലുകൾക്ക് വിരുന്നുമാകും. രഞ്ജിത്ത്, തീർച്ചയായും. കാരണം കുറച്ചു കാലമായി ഇങ്ങനൊരു വേദി പങ്കിടൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കൗതുകം നിറഞ്ഞ ആ കാഴ്ചകൾ കൂടി ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ നേതാക്കളാണ്, അവർ വളരെ സൗഹൃദപരമായി തന്നെയായിരിക്കും പെരുമാറുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ നമ്മൾ സംസാരിക്കാതെ പോയ ഒരു വിഷയം കൂടിയുള്ളത് തരൂരിനെ കോട്ടയത്തെത്തുമ്പോൾ കോട്ടയത്തിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കളും തരൂരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. തരൂരിന്റെ ഇത്തരം പരിപാടികൾക്ക് പിന്നിൽ നേരത്തെ A ഗ്രൂപ്പിന്റെ ഒരു നിശബ്ദ പിന്തുണ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ചാണ്ടിയുമ്മൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ നടത്തിയ നീക്കങ്ങളിൽ പലപ്പോഴും തരൂരിനെ ഫലത്തിൽ എല്ലാ ഘട്ടത്തിലും പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലും ചാണ്ടിക്കൊപ്പമുള്ള പലരും തരൂരിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തരൂരിനൊപ്പം യാത്ര ചെയ്യുന്നതിൽ ചിന്തു കുര്യൻ ജ്യോതിയെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ അധ്യക്ഷനെ പോലെയുള്ളവർ ഉണ്ട് താനും. അതായത് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ഗ്രൂപ്പിന്റെ പേരിലുള്ള അല്ലെങ്കിൽ തരൂരിനെ മാറ്റി നിർത്താനുള്ള നീക്കത്തിൽ A ഗ്രൂപ്പിനുള്ള ഒരു അതൃപ്തി കൂടി ഫലത്തിൽ കാണേണ്ടി വരും. ഒരു കാര്യം കൂടിയുള്ളത്, ഇത്തരം പരിപാടികളിലൊക്കെ തരൂർ എത്തുന്നതിന് പിന്നിൽ A ഗ്രൂപ്പിന്റെ കൂടി ഒരു ശ്രമമുണ്ടോ എന്ന സംശയം കൂടി തീർച്ചയായും ഉണ്ട്. തീർച്ചയായും സഭകൾ സ്വതന്ത്രമായി സ്വാഭാവികമായി വിളിക്കുന്നു എന്ന് നമുക്ക് നിഷ്കളങ്കമായി തിരിച്ചു വരാം. ശ്രീ N ശ്രീകുമാർ കോൺഗ്രസ് നിരീക്ഷകൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ N ശ്രീകുമാർ, സ്വതന്ത്രമായി ഏത് പരിപാടിക്കും ഏത് നേതാവിനെയും വിളിക്കാനുള്ള സ്വാതന്ത്ര്യം സഭകൾക്കുണ്ട്. സഭകളുടെ പരിപാടിയിൽ എത്ര ഉന്നത നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട് നമുക്കറിയാം. പക്ഷേ തരൂർ ഇപ്പോൾ കേരളത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. നിലപാട് മാറ്റം കൊണ്ട് കോൺഗ്രസിൽ തന്നെ പലരുടെയും മനസ്സിലെ വില്ലനായ നേതാവാണ് തരൂർ. ആ തരൂരിനെ തുടർച്ചയായി തങ്ങളുടെ പരിപാടികളിൽ വിളിക്കുന്നതിലൂടെ ക്രിസ്ത്യൻ സഭകൾ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെക്കുന്നുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ക്രിസ്ത്യൻ സഭകള് ശശി തരൂരിനെ ഇപ്പോൾ ക്ഷണിക്കുന്നത് വലിയൊരു വാർത്താ പ്രാധാന്യമുള്ള വ്യക്തി എന്ന നിലയ്ക്ക് തന്നെയാണ്.
അതിൽ കോൺഗ്രസിന് ഒരു വിരോധമില്ല. അദ്ദേഹം തിരുവനന്തപുരം MP ആണ്. അദ്ദേഹം ലോകത്ത് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നിരീക്ഷണത്തിലെ പാടവം പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അവർ വിളിക്കുന്നു. കാരണം ശശി തരൂര് എന്ന് പറയുന്ന കേരളത്തിലെ VIP തന്നെയാണല്ലോ. കാരണം മന്ത്രി അല്ലെങ്കിൽ MP MLA ആയതുകൊണ്ട് ഒരാൾ VIP ആകണമെന്നില്ല. VIP ആകുന്നത് മറ്റു ചില ഘടന കൊണ്ടാണ്. ഇത് മുൻകാലങ്ങളിലും ഇതുപോലെ തന്നെ ശശി തരൂര് കേരളത്തിൽ വന്ന് ഒരുപാട് സന്ദർശനങ്ങൾ നടത്തിയപ്പോൾ അന്ന് അദ്ദേഹത്തിന് ഒരുപാട് വേദി മലബാറിലും അതുപോലെ ക്രൈസ്തവ സഭകൾ NSS ഒക്കെ ഒരുക്കിയിരുന്നു. അതൊക്കെ അവർക്കും ഇപ്പൊ നിങ്ങളിപ്പോ ഈ വാർത്ത കൊടുത്തതന്നെ ശശി തരൂരിനെ അവര് ക്ഷണിച്ചോണ്ടല്ലേ സഭയ്ക്കായി ഈ വാർത്ത കിട്ടിയത്. അത്രേ ഉള്ളതല്ലേ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനെ ഒരു ലക്ഷ്യങ്ങളൊന്നും താങ്കൾ സംശയിക്കുന്നില്ല. എന്ത് പക്ഷെ അപ്പോഴും ലക്ഷ്യമാണ് ഒരു രൂപത അവരുടെ പരിപാടിക്ക് ഒരു MP യെ ഒരു അറിയപ്പെടുന്ന നേരത്തെ പറഞ്ഞതുപോലെ എത്രയെത്ര നേതാക്കൾ ആ സഭകളുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർക്കത് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഉന്നതരായ പലരെയും സഭകൾക്ക് വിളിക്കാം, യാതൊരു സംശയമില്ല. ആരെ വിളിച്ചാലും സഭകളുടെ പരിപാടിയിൽ സ്വാഭാവികമായും പങ്കെടുക്കും. ഇവിടെ കോൺഗ്രസുമായി കലഹിക്കുന്ന തരൂരാണ്. നമുക്കറിയാം, തരൂരിനെ ഇങ്ങനെ തുടർച്ചയായി 10 മിനിറ്റൊക്കെ വേദിയിൽ സമയം നൽകുമ്പോൾ ആ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന അസ്വാരസ്യം ചെറുതൊന്നും ആയിരിക്കില്ല. അതുകൂടി മനസ്സിലാക്കിയുള്ള നിലപാടാണെങ്കിലോ സഭകളുടേത്? സഭകൾ അരമണിക്കൂർ പ്രസംഗിക്കാൻ കൊടുത്താൽ പോലും ഒന്നുമില്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരുപാട് കാലമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ അറിയാം. അവർക്ക് ആരെയൊക്കെ പിന്തുണയ്ക്കണമെന്നറിയാം. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ശശി തരൂര് കോൺഗ്രസുമായി കലഹിക്കുന്നു നിങ്ങൾ പറഞ്ഞു. അദ്ദേഹം കലഹിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന്റെ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നു. പൊക്കോട്ടെന്ന് കോൺഗ്രസും പറയുന്നു. അത്രേ ഉള്ളൂ. അതിൽ വേറെ ഒരു വിഷയമില്ല. ഇപ്പൊ ശശി തരൂരിനെ വിളിച്ചിട്ട് ഒരു പരിപാടിക്ക് പങ്കെടുപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിന് എന്താ വിരോധം? അവിടെ ജോർജ് കുര്യനുണ്ട്. ജോർജ് കുര്യൻ 6 മിനിറ്റ്, ശശി തരൂരിന്റെ 10 മിനിറ്റ്. ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയാണല്ലോ. പക്ഷെ ശശി തരൂര് കേന്ദ്രമന്ത്രിയല്ല. പക്ഷെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ്, ഒരു പ്രസംഗവേദി. ശശി തരൂർ നല്ല പ്രഭാഷകനായിരിക്കും. അദ്ദേഹം അവിടെ പോയിട്ട് നല്ലൊരു പ്രഭാഷണം നടത്തട്ടെ. അതിന് അത്തരത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ പ്രഭാഷകൻ എന്ന രീതിയിലും പാർട്ടിയുടെ തിരുവനന്തപുരം MP എന്ന രീതിയിലും അന്തർദേശീയ തലത്തിലൊക്കെ ഏറെ പ്രശസ്തനായ നേതാവ് നിലയിലൊക്കെ പാർട്ടിക്ക് അംഗീകരിക്കാം, സ്വാഭാവികമാണ്. അത് പാർട്ടിക്ക് അഭിമാനവുമാണ്. പക്ഷേ സമീപകാലത്ത് സ്വീകരിക്കുന്ന നിലപാടിനാണല്ലോ പ്രശ്നം. അതിനെതിരെ ഉണ്ണിത്താനും മുരളീധരനും ഒക്കെ രംഗത്ത് വന്ന പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ഒപ്പം കോൺഗ്രസിൽ തരൂരിന് സംസ്ഥാനത്ത് ഒരു വേദി കിട്ടിയിട്ട് എത്ര നാളായി? ആ തരൂരിനെയാണ് കേരളത്തിൽ വേദി നൽകി സഭ അംഗീകരിക്കുന്നത് സർ. അതായത് കോൺഗ്രസ് ഒരു പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിൽക്കുന്നയാൾക്ക് വലിയൊരു പ്രാധാന്യം കിട്ടും. അത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ഒരു പ്രതിഭാസമാണ്. KV തോമസ് മാഷക്ക് കിട്ടിയ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അത് കിട്ടും. അതില് കാരണം വാർത്ത എന്ന് പറയുന്നത് ഒരു വാർത്താ പ്രാധാന്യം കിട്ടുക എന്നുള്ള നിസ്സാര കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കും. ഇതിലിപ്പോ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ ശശി തരൂരിനെ കുറിച്ച് ഇപ്പോൾ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം അവിടെ നിൽക്കും. ഒരു മാറ്റമില്ല. അദ്ദേഹത്തെ കോൺഗ്രസ് ജയിപ്പിച്ച് തിരുവനന്തപുരത്ത് MP ആക്കി. അതിനുശേഷം അദ്ദേഹം കോൺഗ്രസിന്റെ നിലപാടുകളോട് യോജിക്കാതെ പോകുന്നു. കോൺഗ്രസ് അത് ഗൗനിക്കുന്നതേയില്ല. കോൺഗ്രസിന്റെ നിലപാട് അത് നിലമ്പൂരിൽ കണ്ടതാണല്ലോ. ഒരു പ്രശ്നമില്ലല്ലോ. KPCC പ്രസിഡന്റിനെ ക്ഷണിച്ചാലും ശശി തരൂരിനെ ക്ഷണിച്ചാലും സഭകളെന്നല്ല സ്വതന്ത്ര സംഘടനകളോ പ്രസ്ഥാനങ്ങളോ ആരെ ക്ഷണിച്ചാലും അത് രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവുമില്ല. കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ അതൊരു അസ്വസ്ഥതയും ഉണ്ടാക്കില്ല. പരമാവധി വേദി ശശി തരൂരിന് കൊടുക്കട്ടെ എന്ന് മാത്രമേ കോൺഗ്രസിന് പറയാനുള്ളൂ. കാരണം നല്ല പ്രഭാഷണം കേൾക്കാമല്ലോ, അത്രേ ഉള്ളൂ. താങ്കൾ അത് വളരെ ലാഘവത്തോടെ പറഞ്ഞൊരു കാര്യമാണ്. ശരിയാണ്. അങ്ങനെ നല്ല പ്രഭാഷണം കേൾക്കാം, വാർത്താ പ്രാധാന്യം ലഭിക്കുന്ന ഒരു പരിപാടിയായത് മാറും. സ്വാഭാവികമായും തരൂരും DCC അധ്യക്ഷനും കൂടി KPCC അധ്യക്ഷനും കൂടി വേദി പങ്കിടുമ്പോൾ അത്തരമൊരു സഭ ഉദ്ദേശിക്കുന്ന അത് മാത്രമാണോ എന്നുള്ളതാണ്. ശ്രീ ജോസ് കുട്ടി ഒഴികയിൽ കൂടി ടെലിഫോൺ ലൈനിലൂടെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി. ശ്രീ ജോസ് കുട്ടി ഒഴികയിൽ സഭകൾക്ക് ഏത് നേതാവിനെയും വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കുന്നുണ്ട്, KPCC അധ്യക്ഷൻ പങ്കെടുക്കുന്നുണ്ട്, ശശി തരൂർ മുഖ്യ പ്രഭാഷകനാണ്, 10 മിനിറ്റ് സമയവുമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തരൂരിനെ സഭ വിളിച്ചത് നേരത്തെ ശ്രീ N ശ്രീകുമാർ പറഞ്ഞതുപോലെ ആ പരിപാടിക്ക് ഒരു വാർത്താ പ്രാധാന്യം കിട്ടുക എന്നത് മാത്രം ലക്ഷ്യം വെച്ചായിരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പരിപാടിക്ക് വാർത്താ പ്രാധാന്യം കിട്ടാനായിട്ട് പ്രത്യേകിച്ച് ആരെയും വിളിക്കേണ്ടതില്ല. കാരണം കത്തോലിക്ക സഭ നടത്തുന്ന ഒരു പരിപാടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പാലാ രൂപ നടത്തുന്ന പരിപാടിയെ സംബന്ധിച്ചിടത്തോളം അതിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. എന്നാൽ ഇവിടെ ശശി തരൂർ എന്നൊരു വ്യക്തി ഒരു വിശ്വപൗരനാണ്. അദ്ദേഹം രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം, അദ്ദേഹത്തിന്റെ ലോക കാഴ്ചപ്പാട്, കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ സമീപനം, കേരളത്തിലെ യുവാക്കളുടെ തൊഴിലും അവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ യുവാക്കൾക്ക് ദിശാബോധം നൽകുന്നതിൽ അദ്ദേഹത്തിനുള്ള മികവ്, അങ്ങനെ നിരവധി ഘടകങ്ങൾ ഇതിനകത്തുണ്ട്.
ഒരാൾ രാഷ്ട്രീയക്കാരനാണോ അല്ലേ എന്നതിനേക്കാൾ ഉപരി ആ വ്യക്തിത്വത്തിന് പ്രാമുഖ്യം നൽകുന്ന നിരവധി ഇതര ഘടകങ്ങളുണ്ട്. അത്തരം ഘടകങ്ങൾ പരിഗണിച്ചിട്ടാണ് ഈ സഭയുടെ ഒരു വേദിയിലേക്ക് അദ്ദേഹത്തെ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇത്രമാത്രം ആദരിക്കപ്പെടുന്ന ഒരു മലയാളി വേറെയില്ല. അപ്പൊ ശശി തരൂർ മലയാളികൾക്ക് മുഴുവൻ ഒരു അഭിമാനമാണ്. ശശി തരൂരിന്റെ മികവ് ഉപയോഗിക്കാനായിട്ട് കോൺഗ്രസിന് കഴിയേണ്ടതായിരുന്നു. ശശി തരൂരിനെ പോലെയുള്ള പ്രസിദ്ധനായ ഒരാൾ, പേര് കൊണ്ട് തന്നെ ലോകമുഖം അറിയപ്പെടുന്ന ഒരാളിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കുവാൻ കോൺഗ്രസിന് മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ഇത് തീർച്ചയായും കോൺഗ്രസിന്റെ ഒരു പരിമിതിയാണ്. കോൺഗ്രസ് ഈ പരിമിതികൾക്കൊക്കെ അപ്പുറം മാറി വ്യക്തി കേന്ദ്രീകൃതമായ അവസ്ഥയിൽ നിന്ന് മാറി രാഷ്ട്രത്തോടുള്ള താല്പര്യവും അതുപോലെ തരൂർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, തരൂരിന്റെ ദേശസ്നേഹം, തരൂർ പറയുന്ന പല കാര്യങ്ങളും ഒക്കെ മനസ്സിലാകാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി എന്നുള്ളതാണ് താങ്കളുടെ നിലപാട്. സമീപകാലത്തായി ഇതിനെതിരെ കോൺഗ്രസിലെ പല പ്രധാന നേതാക്കളും തരൂരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. നേതൃത്വമൊന്നും പ്രതികരിച്ചിട്ടില്ല. കാരണം തരൂർ അവർക്കൊരു വലിയൊരു ക്യാച്ചാണ്, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഈ തരൂർ മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളിലും അല്ലെങ്കിൽ തരൂരിന് പാർട്ടിയിൽ ലഭിക്കേണ്ട പ്രാധാന്യം കുറഞ്ഞു വരുന്നു എന്ന രീതിയിൽ തന്നെയാണല്ലോ അദ്ദേഹത്തിൻ്റെ പല സമീപകാല അഭിപ്രായ പ്രകടനങ്ങളെയും നമ്മൾ വിലയിരുത്തേണ്ടത്. ഈ ആശയങ്ങൾ, ഇപ്പോൾ രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ആര് മുന്നോട്ട് വെക്കുന്നോ അത് തനിക്ക് മനസ്സിലാകുന്നു, താൻ തുറന്നു പറയുന്നു. പക്ഷെ അതിനെ പാർട്ടി അംഗീകരിക്കുന്നില്ല. അതിനെ ജനങ്ങൾക്ക് കുറച്ചുകൂടി തരൂരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതും, ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിലെ ഇപ്പോൾ നേതാക്കളെക്കാൾ കൂടുതൽ തരൂരിന് സ്വീകാര്യതയുണ്ട് എന്നുള്ളതും സഭകളും മറ്റും മനസ്സിലാക്കുന്നു എന്നുള്ളതാണോ താങ്കൾ പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും തരൂരിനെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് തരൂർ സ്വീകാര്യനാണ്. നിങ്ങളിപ്പോ ഇന്ന് ആ യോഗത്തിന്റെ അകത്ത് സംസാരിക്കുമ്പോഴത്തെ ആളുകളുടെ പ്രതികരണം ശ്രദ്ധിച്ചുകൊള്ളുക. തരൂർ ജനങ്ങൾക്ക് സ്വീകാര്യനാണ്, യുവാക്കൾക്ക് സ്വീകാര്യനാണ്. കേരളത്തിന്റെ യുവത കേരളം വിട്ടു പോവുകയാണ്, ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ. ഇത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ചിന്തയോ ഒരു കാഴ്ചപ്പാടുമല്ല. അവർക്ക് അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. ഇവിടുത്തെ കേരളത്തിന്റെ വികസനം ഇവർ ആരുടെയും പ്രശ്നമല്ല. നിമിഷം കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാളും പല മേഖലകളിലും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഏറ്റവും വില കുറഞ്ഞ രാഷ്ട്രീയ സമീപനങ്ങളും ഏറ്റവും വില കുറഞ്ഞ വികസന കാഴ്ചപ്പാടുകളും അനാവശ്യ പ്രതിസന്ധികൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു സംരംഭത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നാൽ അവനെ പൂട്ടിക്കെട്ടി വീട്ടിലേക്ക് വിടുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്. അപ്പൊ കേരളത്തെ മൊത്തത്തിൽ കണ്ടുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിനും കേരളത്തിന്റെ ജനങ്ങളുടെ ക്ഷേമത്തിനും കേരളത്തിന്റെ ജനതയുടെ ഭാവിക്കും ഒക്കെ ഉതകുന്ന തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുവാൻ വിശ്വപൗരൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് ശശി തരൂരിന് കഴിയുന്നുണ്ട്. ലോകത്തെ മൊത്തത്തിൽ കാണുന്നതോടൊപ്പം നമ്മൾ വേറൊന്നും നോക്കണ്ട, അദ്ദേഹത്തിന്റെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കിട്ടിയ സ്വീകാര്യത അത് അദ്ദേഹം കോൺഗ്രസ്സുകാരനായതുകൊണ്ട് കിട്ടിയതല്ലത്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ ഫലമാണ്. ഈ വ്യക്തിപ്രഭാവം എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഏതൊരു കാര്യത്തിലും. അപ്പൊ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ഒരു വേദിയിലേക്ക് വരുന്ന ആളുകൾ ഏത് ക്വാളിറ്റിയിലുള്ളവരായിരിക്കണമെന്ന് സഭയ്ക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടിന്റെ അകത്ത് മതേതരത്വമുണ്ട്, അതിന്റെ അകത്ത് രാഷ്ട്രീയാതീതമായ കാഴ്ചപ്പാടുകളുണ്ട്, അതിന്റെ അകത്ത് ഉന്നത വ്യക്തിത്വങ്ങളെ അംഗീകരിക്കുന്ന കാഴ്ചപ്പാടും അതിനകത്തുണ്ട്. ഇതെല്ലാം കൂടെ ആ വേദി നോക്കിയാൽ കണക്കാക്കാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്, മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായും കേരളീയ സമൂഹത്തെ അഡ്രസ് ചെയ്യുന്ന ഒരു സമീപനമാണ് ഇന്ന് അവിടെ പാലാ യുവത സ്വീകരിച്ചിരിക്കുന്നത്. ആ സമീപനത്തിനെ ഏറ്റവും ഉദാത്തമാക്കാൻ കഴിയുന്ന ഉന്നത വ്യക്തിത്വമാണ് ശശി തരൂർ എന്നുകൊണ്ട് ആണ് അദ്ദേഹം അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതിൽ ശശി തരൂരിന്റെ രാഷ്ട്രീയമല്ല അതിൻ്റെ അകത്തെ ഘടകമായി എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എടുത്തിരിക്കുന്നത് ശശി തരൂരിന്റെ വ്യക്തിത്വത്തിന്റെ ഔന്നത്യം തന്നെയാണ്. തീർച്ചയായും എനിക്ക് ഇക്കാര്യത്തിൽ ഇവിടെ ഇപ്പോഴും എടുത്തു പറയാനുള്ളത്, ശശി തരൂരിനെ പോലെയുള്ള ഒരാൾ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് അഭിമാനത്തോടെ പറയാൻ കോൺഗ്രസിന് കഴിയുകയും ശശി തരൂരിനെ കോൺഗ്രസ് അവരുടെ പ്രമുഖ സ്ഥാനത്ത് നിർത്തുകയും ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ആകുമായിരുന്നു അതിന്റെ നേട്ടം ആകുമായിരുന്നില്ല എന്ന് തെളിച്ചു പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. തീർച്ചയായും ശ്രീ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ വളരെ പ്രസക്തമായ അഭിപ്രായങ്ങൾ ശ്രീ എൻ ശ്രീകുമാർ, താങ്കൾക്ക് അതിനോടുള്ള മറുപടി സ്വാഭാവികമായും വേണമല്ലോ. കാരണം തരൂരിനെ മനസ്സിലാക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്നും തരൂർ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ടോ? ഇല്ല, അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. അത് ശ്രീ ജോസൂട്ടി ഒഴികയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, അതായത് നമുക്കറിയാം, ഞാൻ നേരത്തെ എൻ്റെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തരൂരില്ലാത്ത ഒരു തിരുവനന്തപുരം സീറ്റ് കോൺഗ്രസിന് പേടി സ്വപ്നമാണ്. അവിടെ ആരെയും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. തുടർച്ചയായി തിരഞ്ഞെടുപ്പുകൾ തരൂർ ജയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടുമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയൊരു മനുഷ്യനെ, അങ്ങനെയൊരാളെയാണ് പാർട്ടിയിൽ അധികം തൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടും ആ തരത്തിൽ അംഗീകരിക്കാതെ പാർട്ടി മുന്നോട്ട് പോകുന്നത്, അതിന് തിക്തഫലം അനുഭവിക്കുന്ന പാർട്ടി അത് കോൺഗ്രസ്സായി മാറുമെന്നുള്ള നിലപാടും താങ്കൾക്കുണ്ട്.
തീർച്ചയായും ഇവിടെ സംഘചിതത്വം എന്ന് ഒരിക്കൽ പോലും ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോയില്ല. എത്രമാത്രം കോൺഗ്രസിന്റെ തുടക്കം മുതൽ പരിശോധിച്ചാൽ കോൺഗ്രസ് വിശാലമായി എന്തിനേയും ഉൾക്കൊണ്ടുകൊണ്ട് എന്തിനേയും സ്വീകരിച്ചുകൊണ്ട് അതിവിശാലമായ കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോയ ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ആ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ ജനങ്ങൾ അവരെ പതുക്കെ പതുക്കെ തള്ളിപ്പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അത് തിരിച്ചറിയാൻ കഴിയേണ്ടത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ അപജയത്തിൽ നിന്നും അവരുടെ ഭരണത്തിലെ തകരാറിൽ നിന്നും ഒരു നെഗറ്റീവ് സാഹചര്യത്തിൽ നിന്നും അടുത്ത ഭരണത്തിലേക്ക് കടക്കാനല്ല കോൺഗ്രസ് തീരുമാനിക്കേണ്ടത്. മറിച്ച് കേരളത്തിന്റെ വികസനവും കേരളത്തിന്റെ ഭാവിയും ഏറ്റവും ഉന്നതമായ രീതിയിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതിനെ പറ്റുന്ന ആളുകളുടെ കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പോസിറ്റീവ് വോട്ടുകൾ മേടിച്ചുകൊണ്ട് ഭരണത്തിലേക്ക് വരാനാണ് കോൺഗ്രസ് പാർട്ടി ശ്രമിക്കേണ്ടത്. ഇപ്പൊ പോസിറ്റീവ് വോട്ടിലല്ല, ഇപ്പൊ നെഗറ്റീവ് വോട്ടിൽ കേന്ദ്രീകരിച്ച് ജയിച്ചു വരാനുള്ള പരിപാടിയാണ് നടക്കുന്നത്. അത് അങ്ങേയറ്റം മോശവും സങ്കുചിതവുമാണ്. അങ്ങനെ അധികകാലം മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല. രാജ്യത്തിനകത്തും സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ ഇത് മുന്നോട്ടേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ എല്ലാ മികവിനെയും സ്വീകരിക്കാനായിട്ട് അവർ കഴിയണം. ദേശീയ കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് നല്ല ശതമാനം വളരെയധികം വോട്ടുകൾ നേടാൻ കഴിഞ്ഞ ഏതാണ്ട് 1/3 വോട്ടുകൾ നേടാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ശശി. അപ്പൊ ഇന്ത്യക്കകത്ത് അദ്ദേഹത്തിന് ഒരു ചിത്രമുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് വെറുതെ കിട്ടുമോ ഒരാൾക്ക്? അങ്ങനെ ഇന്ത്യക്കകത്ത് സ്വീകാര്യത അങ്ങനെ വെറുതെ കിട്ടുമോ ഒരാൾക്ക്? അത് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഉണ്ടാക്കിയതാണ്. മറ്റേതെങ്കിലും പാരമ്പര്യത്തിന്റെയോ മറ്റാരുടെയെങ്കിലും പിന്തുണയുടെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹം അത് ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ ഉയർത്തിപ്പിടിച്ചാൽ ലോകത്തിന്റെ മുമ്പിലും രാജ്യത്തിനകത്തും അതിൻ്റെ അകത്തുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് വരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് കോൺഗ്രസിനോടുള്ള സ്വീകാര്യതയും കൂടുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനോടുള്ള സ്വീകാര്യതയും കൂടുകയാണ് ചെയ്യുന്നത്. നേതാക്കന്മാർക്കിടയിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടാക്കും. നേതാക്കന്മാർക്കിടയിലെ വ്യക്തിപരമായ താല്പര്യങ്ങളല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടി ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന രാഷ്ട്രീയവും ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന വികസന കാഴ്ചപ്പാടുകളും ജനങ്ങളുടെ മുമ്പിലേക്ക് അവർ വെക്കുന്ന ഭരണ മികവും എന്ന് പറയുന്നത്. നമ്മുടെ ഭരണം ഇന്ന് ഒന്നിനും കൊള്ളുകയില്ലാത്ത രീതിയിൽ ഏറ്റവും മികവ് കുറഞ്ഞതായി മാറിയിരിക്കുകയാണ്. കാര്യത്തിന് തീരുമാനമെടുക്കാൻ ഇത്രമാത്രം താമസമുണ്ടാക്കുന്ന ഒരു ഭരണം ഒരുപക്ഷെ കേരളത്തിൽ ഉണ്ടാകുകയില്ല. ഇവിടെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പാക്കാനായിട്ട് കഴിയുന്നില്ല. ഭരണത്തിന്റെ സുതാര്യത എന്നെ നഷ്ടപ്പെട്ടു പോയി, ഭരണത്തിന്റെ കാര്യക്ഷമത എന്നെ നഷ്ടപ്പെട്ടു പോയി. ഇത് ജനങ്ങളുടെ പൊതു താല്പര്യങ്ങളോട് സംരക്ഷിക്കപ്പെടത്തില്ല. ഇങ്ങനെ ഒരു ഭരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ ഭരണത്തിനെതിരെ പോസിറ്റീവായ ഘടകങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിനെ ഏറ്റവും ശക്തനായ ഏറ്റവും നല്ല ഒരു പോരാളിയായിട്ട് ശശി തരൂരിനെ കണ്ടുകൊണ്ട് മുമ്പിൽ നിർത്തുകയും മുഖ്യമന്ത്രിയാകുക എന്നുള്ളതൊക്കെ മറ്റനേക ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. ഇദ്ദേഹം എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമോന്ന് ഇപ്പോഴേ പേടിച്ചുകൊണ്ട് ഈ തൊടല് പൊട്ടുകയും വെള്ളം പറ്റുകയും ചെയ്താലെന്ന് പേടിച്ചുകൊണ്ട് ഇപ്പോഴേ അങ്ങ് മാറ്റി നിർത്തുക എന്ന് പറയുന്നതിനെയാണ് ഞാൻ സങ്കുചിതം എന്ന് ഉദ്ദേശിച്ചത്. തീർച്ചയായും അതിനപ്പുറത്തേക്ക് കിടക്കാനായിട്ട് ഈ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞാൽ വിശ്വപൗരനെ ഉൾക്കൊള്ളിക്കാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കേരളത്തിന് നല്ലതാണ്, കോൺഗ്രസ് പാർട്ടിക്ക് നല്ലതാണ്. തീർച്ചയായും ശ്രീ ജോസ് കുട്ടി ഒഴികയിലാണ് സംസാരിച്ചത്, കത്തോലിക്ക സഭയുടെ പ്രതിനിധി. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ രാഷ്ട്രീയ സാഹചര്യം. അതായത് തരൂരിന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ വേദികളിൽ സ്പേസ് ഇല്ല. ആ സ്പേസ് വളരെ കൃത്യമായി പാർട്ടി നൽകാത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട് സമീപകാലത്തെ വിവിധ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ. പക്ഷേ അവിടെയാണ് ക്രിസ്ത്യൻ സഭകളുടെ പരിപാടിയിൽ തുടർച്ചയായി തരൂരിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്. അതിലൂടെ സഭ നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ് വളരെ കൃത്യമായി തന്നെ ന്യൂസ് 18 ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പല പരിപാടികൾ, അതിലൊന്ന് CSI മധ്യ കേരള സഭയുടെ മഹാ ഇടവക ദിനാഘോഷം തരൂർ ഉദ്ഘാടനം ചെയ്യുന്നു. 2 സഭാ സ്ഥാപനങ്ങളിലെ പരിപാടികളിലും ഇന്നലെ തരൂർ പങ്കെടുക്കുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും തരൂരും പാലാരൂപതയുടെ വേദിയിൽ ഇന്ന് ഒരുമിച്ചെത്തുന്നു. പാലാരൂപതയുടെ പരിപാടിയിൽ മുഖ്യ പ്രഭാഷകൻ കൂടി തരൂരാണ് എന്നുള്ളത് ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരും. 10 മിനിറ്റാണ് തരൂർ അവിടെ സംസാരിക്കാനുള്ള സമയം കൂടി നൽകിയിരിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ കോൺഗ്രസ് നൽകാത്ത സ്പേസ് തരൂരിന് സഭകൾ നൽകുമ്പോൾ സ്വാഭാവികമായും അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ഇന്നത്തെ തരൂരിൻ്റെ വാക്കുകൾ, KPCC അധ്യക്ഷനെ സഭയിലെത്തിക്കുള്ള തരൂരിൻ്റെ വാക്കുകൾ രാഷ്ട്രീയ കേരളം ഏറെ ശ്രദ്ധയോടെ കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം 9 മണി വാർത്ത തുടരുന്നു. ഇന്നലെയാണ് ഗോവിന്ദചാമി രാവിലെ നാടകീയ സംഭവവികാസങ്ങൾക്കൊടുവിൽ രാവിലെ ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ നാടകീയ സംഭവവികാസങ്ങൾക്കൊടുവിൽ പോലീസ് കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ഗോവിന്ദചാമിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. രാവിലെ 7:30 കനത്ത സുരക്ഷയിലാണ് ഗോവിന്ദചാമിയെ വിയൂരിലേക്ക് കൊണ്ടുപോയത്. ജയിൽ ചാടിയതിന് പിന്നാലെയാണ് വിയൂരിലേക്ക് മാറ്റാനുള്ള തീരുമാനമെടുത്തത്. ഇന്നലെ പുലർച്ചെ ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ കണ്ണൂർ തളാപ്പിൽ നിന്നാണ് പിടികൂടിയത്. അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു ഗോവിന്ദചാമിയെ കൊണ്ടുപോകാൻ. കാരണം ഇയാളുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. KV ബൈജു ശരിയാണ്. ബൈജു, ഇന്നലത്തെ സംഭവവികാസങ്ങൾ നമുക്കറിയാം. ഏറെ സുരക്ഷ ഉണ്ടായിരുന്ന ഒരു ജയിലിൽ നിന്ന് വളരെ ഈസിയായി ചാടിപ്പോകുന്ന ഗോവിന്ദചാമി ദീർഘനാളത്തെ ആസൂത്രണമുണ്ടായെങ്കിൽ പോലും
അത് പോലീസിന്റെ കണ്ണു തുറപ്പിച്ചു എന്നുള്ളതാണോ? ഇന്ന് എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഇയാളെ വിയൂരിലേക്ക് മാറ്റിയത്? രഞ്ജിത്ത്, ഇന്ന് രാവിലോട് കൂടിയാണ് ഇത്തരത്തിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ മാറ്റിയിരിക്കുന്നത്. അതീവ സുരക്ഷയോടുകൂടിയാണ് ഇദ്ദേഹത്തെ ഇവിടെ നിന്നും റോഡ് മാർഗം ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഏകാന്ത തടവാണ് ഒരുക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, മറ്റ് തടവുകാർക്ക് ഇയാൾ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടാത്ത രീതിയിൽ ഒരു ഏകാന്ത തടവ്, അവിടെ ഒരു കട്ടിലും ഒരു ഫാനും ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായിരിക്കുന്നു. കണ്ണൂരിൽ നിന്നും 7:45 കൂടിയാണ് ഇയാളെയും വഹിച്ചുകൊണ്ടുള്ള ഈ വാഹനം പുറപ്പെട്ടത്. റോഡ് മാർഗമാണ് പോയിരിക്കുന്നത്. ഇന്ന് ഈ വാർത്തയിലേക്ക് വന്നാൽ ഇതിന്റെ ഇന്നലത്തെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് 2 അന്വേഷണമാണ് നടക്കുന്നത്. ഒന്ന് ജയിൽ വകുപ്പിന്റെ അന്വേഷണം, മറ്റൊന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം. ഈ ഗോവിന്ദച്ചാമി ഇന്നലെ നൽകിയ മൊഴി അത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പ്രധാനമായും ഒരു സഹതടവുകാരന് മാത്രമാണ് ഇയാളെ സഹായിച്ചതെന്നാണ് മൊഴി. അതുകൂടാതെ ജയിൽ മാറ്റം ആഗ്രഹിച്ചാണ് ഇത്തരത്തിലൊരു ജയിൽ ചാട്ടം ഉണ്ടായതെന്നാണ് പറയുന്നത്. ആ മൊഴിയും പോലീസ് വിശ്വസിക്കില്ല. ഇയാൾ പുറത്ത് വലിയൊരു കവർച്ച പദ്ധതി ഇട്ടിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും കൂടുതൽ ഇയാളെ ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇന്നലെ ജയിൽ ചാട്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി വൈകിട്ടോടുകൂടി തന്നെ ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇന്ന് ഇയാളെ ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ സംഭവത്തിൽ ഇപ്പോഴും അടിമുടി ദുരൂഹത തന്നെയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇന്നലെ ഉയർന്നിരുന്നു. അതിനൊന്നും ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങളെല്ലാം ഇനി അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഗോവിന്ദച്ചാമി നൽകിയ മൊഴി, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ ജയിലിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം വ്യാപകമായി ഉണ്ട്. അതുകൂടാതെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇത്തരത്തിൽ ജയിലിൽ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള നിരവധി മൊഴി ഈ പോലീസ് ഇയാളെ ചോദ്യം ചെയ്യലിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എങ്ങനെയാണ് ഇയാൾ ഇത്രയും സുരക്ഷ ഉള്ള ഒരു ജയിലിൽ നിന്നും ചാടിയത്? അത് സംബന്ധിച്ച ചോദ്യത്തിനും ഉത്തരം ഒരുപാട് ദുരൂഹതകൾ ബാക്കിയുണ്ട്. പുറത്തു നിന്നുള്ള സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അതല്ല കഴിഞ്ഞ മാസങ്ങളിൽ ഇയാളെ സന്ദർശകരായി ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? അത്തരം സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതിനു മുമ്പാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ന്യൂസ് 8 ഇന്ന് രാവിലെ ബിഗ് ബ്രേക്കിംഗ് ആയി നൽകിയ ഈ വിരമിച്ച സൈനികരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യം. അതായത് ഈ ABCD എന്ന് പറയുന്ന 10ാം ബ്ലോക്കിലെ അതിസുരക്ഷാ ബ്ലോക്കുകളിൽ ഇത്തരത്തിൽ സുരക്ഷയ്ക്കായി നിയോഗിച്ച വിരമിച്ച സൈനികരുടെ 15 പേരെ ഇത്തരത്തിൽ നിയോഗിച്ചിരുന്നു. അവർക്ക് മറ്റ് പല ജോലികളും നൽകി ഇവിടെ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം ഇയാൾക്ക് അനുകൂല ഘടകമായി എന്ന് വേണം പറയാൻ. 1.5 മാസത്തോളം ഇത്തരത്തിൽ ആസൂത്രണം ചെയ്ത് ഈ ജയിൽ ചാട്ടം, അത് ജയിലിലെ ഈ ഇത്തരത്തിലുള്ള വാർഡർമാര് ഇതിൽ കൃത്യമായ ജോലി നിർവഹിക്കാതെ കൊണ്ടാണെന്ന കാര്യം ഏതായാലും പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോഴും അവ്യക്തത തുടരുകയാണ് എന്തൊക്കെ സാഹചര്യമുണ്ട് എന്ന കാര്യത്തിൽ. കാരണം അത്രത്തോളം വലിയ ഒരു കൊടും കുറ്റവാളിയാണ്. നിഷ്പ്രയാസം 1ഉം 2ഉം ജയിൽ മതിൽ കടന്ന് പുറത്തേക്ക് ചാടി ഇത്തരത്തിൽ രക്ഷപ്പെട്ട സാഹചര്യം ഉണ്ടായത്. ഒരു പക്ഷേ ഇയാൾ ഒരു ലോറിക്ക് കൈകാട്ടിയിരുന്നു. ആ ലോറിയിൽ കയറിയിരുന്നുണ്ടെങ്കിൽ ഇന്നും ഗോവിന്ദച്ചാമിയെ കിട്ടാതെ, അല്ലെങ്കിൽ വലിയ ഭയത്തോടുകൂടി ആശങ്കയോട് കഴിയേണ്ട സാഹചര്യം കൂടി ഉണ്ടാകും. ഏതായാലും ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട വിവരം. തുടരുക ബൈജു. ഇന്ന് രാവിലെ ബൈജു തന്നെ പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഗോവിന്ദച്ചാമിയുമായി ബന്ധപ്പെട്ട്, ജയിലുകളിലെ സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അതീവ സുരക്ഷാ ബ്ലോക്കുകളിൽ ജീവനക്കാരെ നിയോഗിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതീവ സുരക്ഷയ്ക്കായി നിയമിച്ച വാർഡന്മാരെ മറ്റിടങ്ങളിലാണ് ജോലി ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. പ്രത്യേകിച്ചും ഗോവിന്ദച്ചാമിയെ പോലെ കൊടും ക്രിമിനലായ ഒരാളെ നിരീക്ഷിക്കാനായി ആളുകളില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം. ABCD എന്നീ സബ് ബ്ലോക്ക് അടങ്ങിയ 10ാം ബ്ലോക്കിൽ വാർഡൻ ഡ്യൂട്ടിക്ക് മാത്രമായി നിയമിക്കേണ്ടത് 14 വിമുക്ത ഭടന്മാരെയാണ്. ഇവരെയാണ് മറ്റിടങ്ങളിൽ ജോലിക്ക് നിയോഗിച്ചിരിക്കുന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. KV ബൈജു തുടരുകയാണ്. ബൈജു, ഇത്തരത്തിലുള്ള ആളുകളെ നിയോഗിക്കുന്നതിന് ഒരു നടപടിക്രമമുണ്ട്. സ്വാഭാവികമായും അതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ പോലീസ് ജയിൽ ഉദ്യോഗസ്ഥർക്കുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഗോവിന്ദച്ചാമി എന്ന ഒരു കൊടും ക്രിമിനലിനെ ആ തരത്തിൽ നിരീക്ഷിക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. അതൊന്നും ഉണ്ടാകാത്തതിലെ അനാസ്ഥയാണ് ഇങ്ങനെ വളരെ വേഗം അയാൾക്ക് ഇത്ര വലിയൊരു സംവിധാനങ്ങൾ ഒരുക്കി ജയിൽ ചാടാൻ ഇടയാക്കിയത് എന്നുള്ളതല്ലേ ഇപ്പോൾ തെളിയുന്നത്?
തീർച്ചയായും രഞ്ജിത്ത്, അത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഡി ബ്ലോക്ക് എന്നത് അത്രത്തോളം കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് റിമാൻഡ് തടവുകാരൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഈ ഡി ബ്ലോക്കിന് കൃത്യമായ സുരക്ഷ നൽകേണ്ടിയിരിക്കുന്നു. അതിനായി നിയോഗിച്ച 15ഓളം ഇത്തരത്തിലുള്ള വിരമിച്ച സൈനികർ അവർക്ക് ഈ ഒരു ഭാഗം കൃത്യമായി പരിശോധിക്കാൻ നിയോഗിച്ച ഒരു ടീമാണ്. അവരെ മറ്റ് പല ജോലികൾക്കും നിയോഗിച്ച് ഈ ഡി ബ്ലോക്കിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ ഇവർക്ക് ഇത്തരത്തിൽ 1.5 മാസം ഇയാൾക്ക് ഇതിന് ജയിൽ ചാട്ടത്തിന് ഒരുക്കങ്ങൾ നടത്താൻ കഴിഞ്ഞതെങ്കിൽ അത് എത്രത്തോളം വലിയ ഗുരുതരമായ വീഴ്ചയെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അതിൽ ഒരു ശ്രദ്ധ പോലുമില്ല എന്നാണ്. 65ഓളം ഇത്തരത്തിലുള്ള കൊടും കുറ്റവാളികളാണ് ഡി ബ്ലോക്കിലുള്ളത്. അതിൽ ബി ബ്ലോക്കിലാണ് ഇത്തരത്തിൽ ഈ ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരുന്നത്. ആ പ്രദേശത്തൊന്നും ഒരു ശ്രദ്ധ ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. ജയിലിൽ ജീവനക്കാരുടെ കുറവുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നിരന്തരമായി ഉയരുന്ന ആവശ്യമാണ് കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കണം എന്നത്. നിയോഗിച്ച ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിയോഗിച്ച ഉദ്യോഗസ്ഥരാകട്ടെ മറ്റു ജോലികളിൽ ഏർപ്പെടുകയും ഈ തടവുകാർക്ക് ഇത്തരത്തിൽ യഥേഷ്ടം ഇവരുടെ തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി കൊടുത്തതും ഈ ജയിലധികൃതർ തന്നെയാണ്. ഇതിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെയാണ് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ജയിലിൽ നിന്നും തടവ് പുള്ളി ചാടിയാൽ സൈറൻ മുഴക്കി ആ പ്രദേശവാസികളെയൊക്കെ അലർട്ട് കൊടുക്കേണ്ട സംവിധാനമുണ്ട്. പക്ഷേ 5 മണിക്ക് ഇത്തരത്തിൽ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയെന്ന് അറിഞ്ഞിട്ടും അത്തരത്തിലുള്ള ഒരു സൈറൻ പോലും അവിടെ മുഴക്കിയിട്ടില്ല എന്നതും വളരെ പ്രധാനമാണ്. 5 മണിക്ക് വിവരമറിഞ്ഞ് 2 മണിക്കൂർ വൈകി 7 മണിക്കാണ് പോലീസിൽ പോലും വിവരം അറിയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പോലീസിന്റെ പ്രവർത്തനം അത് കാര്യക്ഷമമായ ഇടപെടലും അതൊപ്പം നാട്ടുകാരുടെ വലിയ സഹകരണം കൊണ്ട് മാത്രമാണ് ഇന്നലെ ഗോവിന്ദച്ചാമിയെ വളരെ പെട്ടെന്ന് പിടികൂടാൻ സാധിച്ചത്. നമുക്ക് കൺമുന്നിൽ തന്നെയായിരുന്നു ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന ആ രംഗങ്ങളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അത് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് ഒരുപാട് വീടുകളുള്ള ആ പ്രദേശത്ത് ഇയാൾ ഒരു വീട്ടിൽ ഇത്തരത്തിൽ ഒളിച്ച് കഴിയുമായിരുന്നു. അവിടുന്ന് ഒരുപക്ഷെ പിടികൂടിയില്ലെങ്കിൽ ഇയാൾ വലിയ കവർച്ച പദ്ധതി ഇട്ടിരുന്നെന്നാണ് പറയുന്നത്. കാരണം ഇയാൾ കയ്യിൽ പണമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങും. അപ്പോൾ ഏതെങ്കിലും സ്ത്രീകളെ നേരെ അതിക്രമം ഉണ്ടാവും. അത്തരത്തിൽ വലിയ ഒരു ആശങ്ക ഉണ്ടായിരുന്നതാണ്. ഏതായാലും ഇയാളെ വളരെ പെട്ടെന്ന് പിടികൂടാൻ കഴിഞ്ഞത് ആശ്വാസമാണ്. അപ്പോഴും ഈ ജയിലുകളിലുള്ള ഈ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ അത് വലിയ തോതിൽ ചർച്ചയായി ഉയർന്നു വരേണ്ടതുണ്ട്. ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവമാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ശരി ബൈജു ആണ്, KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചതിനിടയിൽ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് നടക്കും. സംസ്ഥാന പോലീസ് മേധാവിയും ജയിൽ മേധാവിയും അടക്കമുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ജയിലിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി പുറത്ത് കടന്നത് സർക്കാർ നാണക്കേടായിട്ടുണ്ട്. ജയിൽ ചാട്ടത്തിൽ ഉന്നതതല അന്വേഷണവും നടക്കും. മഴ സംസ്ഥാനത്ത് ഇടതടവില്ലാതെ അങ്ങനെ തുടരുന്ന പശ്ചാത്തലം കൂടി നമ്മൾ ഈ വാർത്തകളോട് ചേർത്ത് വെക്കണം. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പാലക്കാട് ഒലവക്കോട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു. കോഴിക്കോട് കൊടിയത്തൂരിൽ മരം വീണ് വീട് തകർന്നു. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടുണ്ട്. പാലക്കാട്, പറമ്പിക്കുളം, ആളിയാർ ഡാമുകളുടെ ഷട്ടറും ഉയർത്തിയിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാനി, നാടെങ്ങും മഴയാണ്. എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ 2-3 ദിവസമായി രേഖപ്പെടുത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഒപ്പം നാശനഷ്ടങ്ങളും കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണല്ലേ? തീർച്ചയായും രഞ്ജിത്തെ, കാരണം മഴ വളരെ ശക്തമായിട്ട് തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇതിൽ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി തുടർച്ചയായി പെയ്യുന്ന മഴ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരല്പസമയം അതിനൊരു ആശ്വാസമായിട്ടുണ്ടെന്നതേ ഉള്ളൂ. മറ്റ് മാറ്റങ്ങളൊന്നുമില്ല. രാവിലെയും ശക്തമായ രീതിയിൽ തന്നെ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എറണാകുളം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇവിടെ കൂടുതലായും തന്നെ നഗരമധ്യത്തിൽ വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെട്ടില്ലെങ്കിൽ കൂടിയും മറ്റിടങ്ങളിലെല്ലാം തന്നെയും വെള്ളക്കെട്ടും എല്ലാം തന്നെ വളരെ രൂക്ഷമായിട്ട് തന്നെ തുടരുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. ഈ നഗരത്തിന് പുറത്തേക്ക് വരുമ്പോഴെല്ലാം തന്നെയും തീരമേഖലയിലെല്ലാം തന്നെ കടലാക്രമണം രൂക്ഷമായ ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ചെല്ലാനവും വൈപ്പിൻ മേഖല, ഇടവനക്കാട് തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ളൊരു വേലിയേറ്റ സമയത്ത് കടലാക്രമണം രൂക്ഷമാണ്. ഈ രീതിയിലുള്ള സാഹചര്യങ്ങൾ പോകുന്നു. പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടതുണ്ടോ എന്നതിന് സംബന്ധിയായ കാര്യങ്ങളിലുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇന്ന് എറണാകുളം ജില്ലയിലടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. മറ്റു ജില്ലകളിലേക്ക് പോകുമ്പോഴും എല്ലാം തന്നെയും
മഴ വളരെ ശക്തമായ സ്ഥിതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇതിൽ പത്തനംതിട്ടയും അതോടൊപ്പം തന്നെ കോട്ടയം, എറണാകുളം ജില്ലകളിലുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ നാശനഷ്ടങ്ങൾ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ പത്തനംതിട്ടയിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ തന്നെ മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. കച്ചവട സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും മുകളിലേക്കാണ് വീണിട്ടുള്ളത്. വ്യാപകമായ രീതിയിൽ തന്നെ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. റാന്നി, അടൂർ, കോന്നി തുടങ്ങിയ മേഖലകൾ, വടശ്ശേരിക്കര, പന്തളം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 400ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ അടക്കം ഒടിഞ്ഞു വീണിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലുമെല്ലാം എന്നാണ് KSEB തന്നെ നൽകുന്ന വിവരങ്ങൾ. ഗതാഗതം പലയിടങ്ങളിലും തന്നെ സ്തംഭിച്ചിട്ടുണ്ട്. കാർഷിക വിളകൾക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് പാലക്കാടും ഈ രീതിയിൽ തന്നെയാണ് പാലക്കാടും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവിടെ ഈ മംഗലം ഡാം ചിറ്റടി റോഡിന് കുറുകെ മരം വീണേറെ നേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ബസ് ഷെൽട്ടർ കാത്തിരിപ്പ് കേന്ദ്രം, ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി നിർമ്മിച്ചൊരു കാത്തിരിപ്പ് കേന്ദ്രമാണ്. ഇത് തകർന്നു വീണിട്ടുണ്ട്. അങ്ങനെ അവിടങ്ങളിലെല്ലാം തന്നെയും പാലക്കാട് ഒലവക്കോടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ രീതിയിലുള്ളൊരു നാശനഷ്ടങ്ങൾ എല്ലായിടത്തും തന്നെ അത് ഉണ്ടായിരിക്കുന്നു. പത്തനംതിട്ടയിൽ തന്നെ പുഴിക്കാട് ഗവൺമെൻറ് UP സ്കൂളിൽ മുറ്റത്ത് ദ്രവിച്ചിരുന്ന മരം കടപുഴകി വീണിട്ടുണ്ട്. അങ്ങനെ നാശനഷ്ടങ്ങളുടെ വലിയ കണക്കെടുപ്പ് തന്നെയാണ് ഈ 2 ദിവസങ്ങളിലായിട്ട് ഉള്ളത്. എല്ലായിടത്തും തന്നെ ഈ രീതിയിൽ മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇടുക്കിയിൽ അവിടേക്ക് ഹൈ റേഞ്ചിലേക്ക് പോകുന്ന യാത്രക്കാരടക്കം ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഡാമുകളിൽ വെള്ളം നിറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ശക്തമായ മഴ ഇനി 5 ദിവസം കൂടി തുടരും എന്ന രീതിയിൽ തന്നെയാണ് മഴ മുന്നറിയിപ്പുകൾ ഉള്ളത്. എല്ലായിടത്തും ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് പൊതുവിൽ നിലനിൽക്കുന്നത്. ഓറഞ്ച് അലർട്ടാണ് എറണാകുളം ജില്ലയടക്കമുള്ള 5 ജില്ലകളിൽ വരുന്ന 2 ദിവസങ്ങളിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രഞ്ജിത്ത, ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു. RSSന്റെ ഉന്നത വിദ്യാഭ്യാസ സമ്മേളനമായ ജ്ഞാനസഭയിൽ കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നതിനെ ചൊല്ലി CPMൽ വിവാദം. പങ്കെടുക്കണമോ എന്നത് VCമാർക്ക് വ്യക്തിപരമായി തീരുമാനിക്കാം എന്നതായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്. എന്നാൽ RSS മേധാവി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ VCമാർ പങ്കെടുക്കുന്നത് അപമാനകരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. SFIക്കും ഇതേ നിലപാടാണ്. കേരള, കാലിക്കറ്റ്, കണ്ണൂർ, കുഫോസ്, സെൻട്രൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർമാർക്ക് ജ്ഞാനസഭയിലേക്ക് ക്ഷണമുണ്ട്. സമാപന സമ്മേളനത്തിൽ സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറും പങ്കെടുക്കും. മാലദ്വീപിന്റെ 60ാം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുഖ്യാതിഥി. ഇന്നലെ മാലദ്വീപിലെത്തിയ നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ നേതൃത്വത്തിൽ ഊഷ്മള വരവേൽപ്പ് നൽകി. ഇന്ത്യയും മാലദ്വീപും 8 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. 4850 കോടി രൂപ മാലദ്വീപിന് വായ്പ നൽകാനും വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുമാണ് കരാറുകൾ. സന്ദർശനം പൂർത്തിയാക്കി മോദി ഇന്ന് തിരിച്ചെത്തും. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസ് അന്വേഷിക്കാൻ നിയോഗിച്ച SIT സംഘം ഇന്ന് ധർമ്മസ്ഥലയിലെത്തും. കഴിഞ്ഞ ദിവസമാണ് 4 പേരടങ്ങുന്ന DYSPമാർ മംഗളൂരുവിലെത്തിയത്. ബെൽത്തങ്ങാടിയിലും മംഗളൂരുവിലും ക്യാമ്പ് ഓഫീസ് കഴിഞ്ഞ ദിവസം സജ്ജമാക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി സംഘം രേഖപ്പെടുത്തും. ധർമ്മസ്ഥല പോലീസിൽ നൽകിയ അനന്യ ഭട്ടിന്റെ തിരോധാന കേസും SIT അന്വേഷിക്കും. അമ്മ സുജാത ഭട്ടാണ് പരാതി നൽകിയത്. കർണാടക DGPയുടെ മേൽനോട്ടത്തിൽ 20 അംഗ സംഘത്തെയാണ് കേസ് അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുള്ളത്. KV ബൈജു വിവരങ്ങളുമായി ചേരും. ബൈജു, ധർമ്മസ്ഥല നമുക്കറിയാം വല്ലാതെ ഞെട്ടിപ്പിച്ച സംഭവവികാസങ്ങളാണ്. അന്വേഷണ സംഘത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. നിയോഗിക്കപ്പെട്ട പല ഉദ്യോഗസ്ഥരും പിൻവാങ്ങിയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എന്താണ്? കേസ് അന്വേഷണം ഇനിയും കാര്യക്ഷമമായി മുന്നോട്ട് പോകും. ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ മറന്നേക്ക് പുറത്തു വരുമെന്നാണോ? തീർച്ചയായും SIT സംഘം ഇപ്പോൾ ധർമ്മസ്ഥലയിൽ എത്തിയിരിക്കുന്നു. രഞ്ജിത്ത്, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നമുക്കറിയാം ധർമ്മസ്ഥലയിൽ നടക്കുന്ന കടുത്ത നീതി നിഷേധം, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ അനാസ്ഥ, ഇതൊക്കെ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. ഒരു പക്ഷേ ശബ്ദിക്കാൻ കഴിയാത്തവരുടെ ശബ്ദമായി ന്യൂസ് 18 മാറിയ സാഹചര്യം, ഒരുപാട് ഇത്തരത്തിൽ നീതി നിഷേധം നടക്കുന്നവരുടെ
കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് 18 ആണ്. തുടക്കം മുതൽ തന്നെ ന്യൂസ് 18 ഒരു ചാനൽ മാത്രമാണ് ഇതിനുണ്ടായിരുന്നത്. ഏതായാലും ആ സംഭവത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു. ഇപ്പോൾ SIT സംഘം ധർമ്മസ്ഥലയിലെത്തിയിരിക്കുന്നു. ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലെത്തിയിരിക്കുന്നു. വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. 4 അംഗ DYSPമാർ അടങ്ങുന്ന സംഘമാണ് എത്തിയത്. ഇന്നലെയാണ് ഇവർ മംഗളൂരുവിലെത്തിയത്. അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടി ധർമ്മസ്ഥലയിലെത്തുകയായിരുന്നു. ധർമ്മസ്ഥലയിലെത്തി ഇതിന്റെ കേസിന്റെ തുടർ നടപടികൾ ആലോചിക്കുകയാണ്. ഏതായാലും ഈ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. കാരണം ഇയാൾ പറഞ്ഞതിനപ്പുറം കാര്യങ്ങളുണ്ട്. അത് SITക്ക് മുന്നിൽ അദ്ദേഹം പറയുമെന്ന് തന്നെയാണ് പറഞ്ഞത്. 4 IPS ഉദ്യോഗസ്ഥന്മാർ അടങ്ങുന്ന 20 അംഗ സംഘത്തെയാണ് നിയോഗിച്ചത്. തുടക്കത്തിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഒരു ആശയക്കുഴപ്പം ഉദ്യോഗസ്ഥ മാറ്റ തരത്തിൽ ഉണ്ടായിരുന്നു. എന്നാലും അതൊക്കെ മാറിയിരിക്കുന്നു. സൗമ്യലത IPS DCP ഇതിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പകരം രൂപശ്രീ IPSന് ചുമതല നൽകിയിരിക്കുന്നു. അത്തരത്തിൽ ഈ സംഘം വിപുലമായ ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. നേരത്തെ ഇത്ര 40 വർഷത്തോളമായി ഇവിടെ നടക്കുന്ന അനീതികൾ അതെല്ലാം ഈ സംഘം അന്വേഷിക്കും. പ്രധാനമായും ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശം കുഴിച്ച് പരിശോധന നടത്തും. ഏതായാലും ആദ്യഘട്ടത്തിൽ ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തും. ഒപ്പം അനന്യ ഭട്ടിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സുജാത ഭട്ടിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പരാതി കഴിഞ്ഞ ആഴ്ചയാണ്, അതായത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് പരാതി പോലും സ്വീകരിക്കാൻ ധർമ്മസ്ഥല പോലീസ് തയ്യാറായെന്നതാണ് ഏറ്റവും പ്രധാനം. അവരുടെ മൊഴി രേഖപ്പെടുത്തും. ആ കേസിലും അന്വേഷണം ഉണ്ടാവും. അതോടൊപ്പം ന്യൂസ് 18 പുറത്തുവിട്ട KJ ജോയിയുടെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയെന്ന ആരോപണം, ആ കേസിലും അന്വേഷണം ഉണ്ടാവും. മകൻ അനീഷാണ് ഇത്തരത്തിൽ ആരോപണമായി രംഗത്ത് വന്നത്. അത് ന്യൂസ് 18 ആണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. അതോടൊപ്പം 20 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്ഥലം ഇപ്പോഴും മറ്റൊരാൾ കൈക്കലാക്കി അവിടെ കൈവശം വെച്ചിരിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ പരാതി, അത് സംബന്ധിച്ചും അന്വേഷണം ഉണ്ടാവും. ഏതായാലും ധർമ്മസ്ഥലയിൽ വലിയ തോതിലുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഇനി വരുന്ന മണിക്കൂറുകൾ ധർമ്മസ്ഥലയിൽ നിർണായകമാണ്. കുഴിച്ച് പരിശോധന, ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ സ്ഥലം കുഴിച്ചുള്ള പരിശോധന അതെന്നുണ്ടാകുമെന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്രത്തോളം മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നുണ്ട്, അതൊക്കെ വലിയ പ്രാധാന്യം തന്നെയാണ് ഈ കേസിൽ. എന്തായാലും മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളും നേരത്തെ ഉണ്ടായിരുന്ന കേസിന്റെ ഫയലുകളും അത് ഇപ്പോൾ പരിശോധിക്കുകയാണ് ഈ DYSPമാർ അടങ്ങുന്ന സംഘം. വൈകാതെ തന്നെ IPS ഉദ്യോഗസ്ഥന്മാരും ധർമ്മസ്ഥലയിലെത്തും. SIT സംഘം ധർമ്മസ്ഥലയിൽ എത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. രഞ്ജിത്ത്. ശരി, KV ബൈജു വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേളയ്ക്ക് ശേഷം കാർഗിൽ യുദ്ധം നടന്നിട്ട് ഇന്നേക്ക് 26 വർഷം. 1999 മെയ് 2 പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റത്തോടെ ആരംഭിച്ച സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറുകയായിരുന്നു. പോരാട്ടത്തിനൊടുവിൽ വിജയ പതാക പാറിക്കാൻ 527 വീരസൈനികരാണ് ജീവൻ ത്യജിച്ചത്. ഇന്ത്യയുടെ കാർഗിൽ വിജയ ദിവസമായി ഇന്ന് ഈ ദിവസം ആചരിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് നമ്മുടെ ധീര ജവാന്മാരെ നഷ്ടപ്പെട്ടു എങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ വിജയം എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അഭിമാനത്തോടെ എത്തിച്ചേർന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോഴും മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. MG മിഥുന്, ഇത് നമുക്ക് അഭിമാനകരമായ ഒരു ദിവസം കൂടിയാണ്. എങ്ങനെയാണ് രാജ്യം ഇത് ആഘോഷിക്കുന്നത്? രാജ്യമെമ്പാടും കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുകയാണ്. ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പുറമെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലും കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുകയാണ്. വിജയ് ദിവസിന്റെ ഭാഗമായി ദ്രാസിൽ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച ആയുധങ്ങളുടെ പ്രദർശനവും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറും ഒപ്പം തന്നെ ഇന്ത്യ പാക് സംഘർഷങ്ങൾക്ക് പിന്നാലെയുള്ള ആദ്യ വിജയ് ദിവസ് എന്ന രീതി കണക്കാക്കിക്കൊണ്ട് അതിർത്തി മേഖലകളിലും സുരക്ഷ ശക്തമാക്കുകയും ചെയ്തതിനു പിന്നാലെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ വിവിധ മേഖലകളിലെ പരിപാടിക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു ദിവസത്തെക്കുറിച്ച് പറഞ്ഞത്, ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിനായി ജീവിതം സമർപ്പിച്ച ഭാരതമാതാവിന്റെ ധീരപുത്രന്മാരുടെ അതുല്യമായ ധൈര്യത്തെയും ശൗര്യത്തെയും ഈ അവസരം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മാതൃരാജ്യത്തിന് വേണ്ടി മരിക്കാനുള്ള അവരുടെ അഭിനിവേശം എല്ലാ തലമുറയ്ക്കും പ്രചോദനം നൽകുമെന്ന് ആണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. ഒപ്പം തന്നെ ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും എക്സിൽ കുറിച്ച ചില വാചകങ്ങളുണ്ട്. അതായത് കാർഗിൽ വിജയ് ദിവസ് നമ്മുടെ മാതൃരാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു. നമ്മുടെ സൈനികരുടെ അസാധാരണമായ വീരത്തിന്റെയും ധൈര്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പ്രതീകമായി ഈ ദിവസം നിലകൊള്ളുന്നു എന്നായിരുന്നു പ്രസിഡന്റ് മുർമു എക്സിൽ കുറിക്കുകയും ചെയ്ത്. അങ്ങനെ രാജ്യമെമ്പാടും വിജയ് ദിവസ് ആഘോഷിക്കുകയാണ്. അല്പസമയത്തിന് മുമ്പാണ് മൻസുഖ് മാണ്ഡവ്യ ദ്രാസിലെത്തി ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചത്. ഒപ്പം
തന്നെ മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് രാജ്യത്തെ സൈനികർക്ക് വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് രാജ്യം. നമുക്കറിയാം 1999 സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്ന് സംഭവിച്ചത്. ഏറ്റവും കഠിനമായ പർവ്വത പ്രദേശങ്ങളിലെ പോരാട്ടത്തിൽ ഇന്ത്യൻ സൈന്യം അവരുടെ പോരാട്ടം വീര്യം പ്രദർശിപ്പിച്ച യുദ്ധം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. 72 ദിവസം നീണ്ട യുദ്ധത്തിൽ ഇന്ത്യക്ക് 527 പേരെയായിരുന്നു നഷ്ടമായത്. ഈ ദിവസം വലിയ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. വീരമൃത്യു വരിച്ച സൈനികർക്ക് ഒപ്പം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുമുണ്ട്. പ്രധാനമന്ത്രിയുടെയൊക്കെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ആ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞു. മറ്റു വാർത്തയിലേക്ക് പോയാൽ ലോക്സഭയിൽ തിങ്കളാഴ്ച നടക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചുള്ള ചർച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നയിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പങ്കെടുക്കും. BJP MPമാരായ അനുരാഗ് താക്കൂർ, നിഷികാന്ത് ദുബെ എന്നിവരും ചർച്ചയുടെ ഭാഗമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ സംസാരിക്കും. രാജ്യസഭയിൽ രാജ്യസഭയിൽ ചൊവ്വാഴ്ച ചർച്ച നടക്കും. വിഷയത്തിൽ ഇരുസഭകളും 18 മണിക്കൂർ ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിനിടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ രാജ്യസഭാ സെക്രട്ടറി ജനറൽ PD മോദിയെ തെരഞ്ഞെടുപ്പിനുള്ള റിട്ടേണിംഗ് ഓഫീസറായി നിയോഗിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് രാജ്യസഭാ സെക്രട്ടേറിയറ്റിലെ ജോയിന്റ് സെക്രട്ടറി ഗരിമ ജെയിനെയും രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ഡയറക്ടർ വിജയ് കുമാറിനെയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായി ഇലക്ഷൻ കമ്മീഷൻ നിയമിച്ചു. പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ ബ്രിട്ടന് മേൽ സമ്മർദ്ദം. ലണ്ടൻ മേയർ സാദിഖ് ഖാനും ലേബർ MPമാരും UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിനോട് പലസ്തീന്റെ രാഷ്ട്രപദവി ഉടൻ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ വ്യക്തമാക്കിയിരുന്നു. തായ്ലൻഡ് കംബോഡിയ സമാധാന ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നു. നിരുപാധിക വെടിനിർത്തലിന് കംബോഡിയ സന്നദ്ധത അറിയിച്ചു. ചർച്ചകളോട് അനുകൂല പ്രതികരണമാണ് തായ്ലൻഡിനും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടലിനെ തുടർന്ന് അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് പേരെ ഒഴിപ്പിച്ചു. ഇന്നലെയും ഇരു രാജ്യങ്ങളും ശക്തമായ വ്യോമാക്രമണം തുടർന്നു. കംബോഡിയയുടെ സൈനിക കേന്ദ്രങ്ങളിൽ തായ്ലൻഡ് സൈന്യം ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നു. മറ്റു വാർത്ത, ഇല്ലായ്മയിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെ വിജയവേളെത്തിയ മലപ്പുറത്തെ സംരംഭകയെക്കുറിച്ചാണ്. ഷെറീഫ 10 ഉണ്ണിയപ്പത്തിൽ തുടങ്ങി വൻ പാർട്ടി ഓർഡറുകൾ വരെ സ്വീകരിക്കുന്ന കാറ്ററിംഗ് പ്രീമിയം ഹോട്ടൽ ഉടമയാണ് ഇന്ന് ഷെറീഫ. ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ കുടുംബശ്രീയാണ് ഇവർക്ക് കരുത്തു പകർന്നത്. പെയിന്റിംഗ് തൊഴിലാളിയായ ഭർത്താവ് സക്കീറിന് പണി കുറവായതോടെയാണ് വീട്ടിലെ അടുപ്പ് പുകയാൻ ഷെരീഫ ഉണ്ണിയപ്പം വിറ്റു തുടങ്ങിയത്. 2012 അയൽവാസിയോട് കടം വാങ്ങിയ 100 രൂപയുമായി 10 പാക്കറ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കി. ചെലവായില്ലെങ്കിൽ തിരിച്ചെടുക്കാമെന്ന ഉറപ്പിൽ തൊട്ടടുത്ത പലചരക്ക് കടയിൽ നൽകി. ഉണ്ണിയപ്പം ഹിറ്റായി. ആവശ്യക്കാരേറിയതോടെ ഷെരീഫ ഉണ്ണിയപ്പ നിർമ്മാണത്തിലേക്ക് പൂർണ്ണമായി കടന്നു. പിന്നീട് ഉണ്ണിയപ്പം വിൽക്കുന്ന കടകളുടെ എണ്ണം കൂടി. ഉണ്ണിയപ്പത്തോടൊപ്പം പത്തിരിയുടെയും ചപ്പാത്തിയുടെയും ഓർഡറുകളും പിടിച്ചു. 2018 ആയപ്പോഴേക്കും ഇവരുടെ മുത്തൂസ് കാറ്ററിംഗ് കുടുംബശ്രീയുടെ ഭാഗമായി മാറി. അന്നത്തെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഹേമലത മുൻകൈയെടുത്ത് 2 ലക്ഷം രൂപ വായ്പ നൽകുകയും ഇവരുടെ നിർദ്ദേശപ്രകാരം സിവിൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഉച്ചഭക്ഷണം എത്തിക്കാൻ തുടങ്ങുകയുമായിരുന്നു. ഞാൻ 2012 ഈ സംരംഭം ആരംഭിച്ചത്. ഇപ്പൊ എനിക്ക് കുടുംബശ്രീയാണ് എല്ലാത്തിനും എന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് എന്നെ ഈ പ്രീമിയം ഹോട്ടൽ വരെ എന്നെ എത്തിച്ചു. നല്ല നിലയിലാണ് പോകുന്നത്. പിന്നെ എന്റെ കീഴിൽ 10-30ഓളം സ്റ്റാഫ് ഉണ്ട്. പ്രീമിയം ഹോട്ടലിൽ അടക്കം എല്ലാം കുടുംബശ്രീയാണ് എനിക്ക് നേടിത്തന്നത്. കോവിഡ് കാലത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ദൗത്യവും ഷെരീഫ ഏറ്റെടുത്തു. ദിവസവും 2000 പേർക്ക് പ്രഭാത ഭക്ഷണവും കഞ്ഞിയും എത്തിച്ചു നൽകി. കുടുംബശ്രീ നിർദ്ദേശപ്രകാരം കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിന്റെയും പിന്നീട് സെൻട്രൽ സ്കൂളിന്റെയും ക്യാന്റീനുകളും ഷെരീഫ് ഏറ്റെടുത്തു. അപ്പോഴേക്കും കുടുംബശ്രീയുടെ കാറ്ററിംഗ് ഓർഡറുകളും കിട്ടിത്തുടങ്ങി. ഇതിനിടെ കോട്ടയ്ക്കലിൽ ഒരു ഹോട്ടലും തുടങ്ങി. ഇതിന് ഭർത്താവ് സക്കീറും ഒപ്പം ചേർന്നു.
ഞാൻ 2012 ഈ സംരംഭം ആരംഭിച്ചത്. ഇപ്പൊ എനിക്ക് കുടുംബശ്രീയാണ് എല്ലാത്തിനും എൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് എന്നെ ഈ പ്രീമിയം ഹോട്ടൽ വരെ എന്നെ എത്തിച്ചു. നല്ല നിലയിലാണ് പോകുന്നത്. പിന്നെ എൻ്റെ കീഴിൽ 10-30ഓളം സ്റ്റാഫ് ഉണ്ട്. പ്രീമിയം ഹോട്ടലിൽ അടക്കം എല്ലാം കുടുംബശ്രീയാണ് എനിക്ക് നേടിത്തന്നത്. കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിന് പിന്നിൽ സ്ഥലം ലഭിച്ചതോടെ കഫേ കുടുംബശ്രീ എന്ന പ്രീമിയം ഹോട്ടലും യാഥാർത്ഥ്യമായി. 30 സ്ഥിരം ജീവനക്കാരും നിരവധി താൽക്കാലിക ജീവനക്കാരും ഷെരീഫയ്ക്ക് കീഴിലുണ്ട്. ന്യൂസ് 18 തിരൂർ. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നമസ്കാരം.